എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂൺ 12 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനമാണ്. അതായത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അപ്പോൾ 2026 ജൂൺ മാസം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തമീം ഇക്ബാൽ ആണ്. ഇദ്ദേഹത്തെ നമുക്കറിയാം അല്ലെ, ഓൾറെഡി ഇദ്ദേഹത്തെ പറ്റി നമുക്കറിയാം. ഇദ്ദേഹം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യം അറിയാം. അത് മാത്രമല്ല, ഇദ്ദേഹം ഇടയ്ക്ക് വെച്ച് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും പിന്നീട് ആ സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിരമിക്കൽ പിൻവലിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? തമീം ഇക്ബാൽ. സോ അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പോ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ദെൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന തമീം ഇക്ബാൽ. അപ്പൊ അതുകൂടെ അപ്ഡേറ്റ് ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് പുരസ്കാരങ്ങൾ നോക്കാറുണ്ട്. അതിൽ ആദ്യത്തെ പുരസ്കാരം എന്ന് പറയുന്നത് ബംഗളൂരുവിലെ കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹയായത് ആരാണ്? അപ്പൊ 2026 എന്താണ് ബംഗളൂരിലെ കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സാറാ ജോസഫ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ സാഹിത്യ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഒരു പുരസ്കാരം കൂടി ഓർക്കുക. ദെൻ ഇതിന്റെ പ്രൈസ് മണി 1 ലക്ഷമാണ്. അപ്പോൾ ജസ്റ്റ് അവാർഡ് എന്ന നിലയ്ക്ക് നമ്മൾ ഓർത്തു വയ്ക്കുകയാണ്. ബംഗളൂരുവിലെ കൈരളി സമിതിയുടെ സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹയായത് ആരാണ്? അത് സാറാ ജോസഫ് ആണ്. ഇനി മറ്റൊരു പുരസ്കാരമാണ്. ഇവിടെ ഒരു പുരസ്കാരം എന്നതിനേക്കാൾ ഉപരി ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട രചനകൾ കൂടി നമുക്ക് പരിചയപ്പെടുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ 2025 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങളാണ്. അപ്പോൾ ഈ 2025 പുരസ്കാരങ്ങൾ 26 പ്രഖ്യാപിച്ചു. അത് ആദ്യമേ ഓർക്കുക കേട്ടോ. അപ്പൊ 2026 പ്രഖ്യാപിച്ച 2025 ദേശാഭിമാനി സാഹിത്യ പുരസ്കാരങ്ങൾ പ്രധാനപ്പെട്ട 3 കാറ്റഗറികളാണ്. അതായത് നോവല്, കവിത, കഥ. കേട്ടോ, നോവല്, അതുപോലെ തന്നെ കവിത, കഥ, ഈ 3 കാറ്റഗറിയിൽ. അപ്പോൾ നോവൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം കിട്ടിയത് PV ഷാജികുമാറിനാണ്. PV ഷാജികുമാറിന്റെ മരണവംശം എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ പഠിച്ചു, നോവലാണ്, PV ഷാജികുമാറാണ്. മരണവംശം എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരവും നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തേത് കവിത എന്ന് പറയുന്ന കാറ്റഗറിയാണ്. PN ഗോപികൃഷ്ണൻ, നമുക്ക് പരിചിതമായ പേരാണ്. ദെൻ അദ്ദേഹത്തിന്റെ തകർന്ന പള്ളിയാണ് വലിയ പള്ളി. അപ്പോൾ എന്താണ്? തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന് പറയുന്ന കവിതയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയത്. ഇനി അടുത്ത കാറ്റഗറിയോ കഥയാണ്. ഈ ഒരു കാറ്റഗറിയിൽ N പ്രഭാകരനാണ്. ഒരു പിടി ഉപ്പ്, എന്താണ്? ഒരു പിടി ഉപ്പ് എന്ന് പറയുന്ന കഥയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താ? ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം 2025 പുരസ്കാരം 26 സമ്മാനിച്ചു. എത്ര കാറ്റഗറി? 3 കാറ്റഗറി ഉണ്ട് പറഞ്ഞു. അതിലാദ്യം നോവലാണ്, PV ഷാജികുമാറാണ്, നോവല് മരണവംശം. ദെൻ അതിനുശേഷം പറഞ്ഞ എന്താ? കവിതയാണ്, PN ഗോപികൃഷ്ണനാണ്. ദെൻ തകർന്ന പള്ളിയാണ് വലിയ പള്ളി. ഇനി അതിനുശേഷം ഏതാ പറഞ്ഞേ? കഥയാണ് അല്ലെ. ആർക്കാണ്? പ്രഭാകരനാണ്. അദ്ദേഹത്തിന്റെ ഏത് കഥയ്ക്കാണ്? ഒരു പിടി ഉപ്പ് എന്ന് പറയുന്ന കഥയ്ക്കാണ്. സോ അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഒരു സർവേയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖല ഏതാണ്? എന്താണ്? നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ ഒരു പഠനമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖല ഏത് എന്നുള്ളതാണ്. അത് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതമാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പഠനം നടത്തിയത്. അതായത് നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു 30 പ്രദേശങ്ങൾ കേട്ടോ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 30 പ്രദേശങ്ങളാണ് എന്ത് ചെയ്തത്? ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. ദെൻ വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സർവേ പ്രകാരം എന്താണ് പറഞ്ഞത്? ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖല ഏത്? അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണെന്ന് പഠിക്കുക കേട്ടോ. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയാലോടാ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. 1983 ഇത് സ്ഥാപിതമായത് എന്നുള്ള കാര്യം നമുക്കറിയാം. എറണാകുളം ജില്ലയിലാണെന്നറിയാം, പെരിയാറിന്റെ തീരത്താണെന്നറിയാം. ദെൻ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം, അല്ലെങ്കിൽ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗാർത്ഥികളും അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച കാര്യം തന്നെയാണ് പ്രിയദർശിനി എന്ന് പറയുന്ന പദ്ധതി. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലല്ലേ ഈ പദ്ധതിക്ക്. അതായത് നിലവിലെ സർക്കാർ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. അതായത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി. ഇപ്പൊ എന്താ പറഞ്ഞേ? KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്, അല്ലാതെ
സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ്, സിറ്റി ഫാസ്റ്റ് തുടങ്ങിയവയിലൊന്നും ഈ സൗജന്യ യാത്ര ലഭ്യമല്ല. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി പ്രിയദർശിനി പദ്ധതി. ഇതാണ് പ്രിയദർശിനി പദ്ധതിയാണ്. അപ്പോ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. ജൂൺ 15 മുതൽ എന്ത് ചെയ്യുന്നു, ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. ദെൻ ബാക്കി പദ്ധതിയുടെ ഭാവി എങ്ങനെയാണെന്ന് നമുക്കിനി അങ്ങോട്ട് നോക്കാം അല്ലെ. സോ എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ എന്താണ് വരുമാന പരിധി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ ജൂൺ 15 മുതൽ സൗജന്യമാണ്. ആ പദ്ധതിയുടെ പേരെന്താണ്, പ്രിയദർശിനിയാണ്. അപ്പൊ ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളായ സ്ത്രീകൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ ഒരു പദ്ധതിയുടെ പേര് കൃത്യമായിട്ട് പഠിക്കണം, പ്രിയദർശിനി എന്നാണ്. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ LP UP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ആണ്. അതായത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പ്രധാന നോട്ടിഫിക്കേഷൻ ആണ് LP UP അസിസ്റ്റന്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കാണും. സോ എന്തായാലും നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ വളരെ ശക്തമായിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തയ്യാറെടുപ്പ് കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് ഒരു LP UP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും USCRT ഫാക്ടറുകളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഓഡിയോ ആണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talgala.com എന്നിവയിലൊക്കെ തന്നെ ഈ ഒരു റാങ്ക് ഫെയിൽ ലഭ്യമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠനം ആരംഭിക്കുക. ഇനി അടുത്ത നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പദ്ധതിയാണ് കേട്ടോ. നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. അതായത് കായകൽപ്പം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കായകൽപ്പം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ എന്താണ് ഈ ഒരു പരിപാടി? ഇതൊരു ജനസമ്പർക്ക പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഇതൊരു ജനസമ്പർക്ക പരിപാടിയാണ്. അതായത് ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടി. ഇപ്പോൾ കൃത്യമായിട്ട് പഠിക്കേ. എന്താ പറഞ്ഞേ, കായകൽപ്പം. ഇതാര് നടത്തുന്നതാണ്? ആരോഗ്യ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യുക, ഒരു പരിഹാരം കണ്ടെത്തുക. ഈ ലക്ഷ്യത്തോടെ എന്ത് ചെയ്യുന്നു, ആരോഗ്യ വകുപ്പ് ഒരു ജനസമ്പർക്ക പരിപാടി നടത്തുന്നു. അതാണ് കായകൽപ്പം. ഇത് കൃത്യമായിട്ട് പഠിക്കണേ. അപ്പൊ എന്തായാലും കായകൽപ്പം പറഞ്ഞു അല്ലെ. കായകൽപ്പം പറഞ്ഞത് കൊണ്ട് തന്നെ, ആരോഗ്യ വകുപ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ നിലവിലെ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? K മുരളീധരനാണ് അല്ലെ. അപ്പോൾ ആരോഗ്യം, കുടുംബക്ഷേമം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മുരളീധരനാണ് കേട്ടോ. അത് മാത്രമാണോ? ദേവസ്വം വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അത് മാത്രമാണോ? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേട്ടോ. ഭക്ഷ്യസുരക്ഷ പ്രധാനപ്പെട്ട വകുപ്പാണ്. അപ്പൊ അതും കൈകാര്യം ചെയ്യുന്നത് K മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവാണ്. അതുകൂടി പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി നേരത്തെ നമ്മുടെ ഫ്രീ യാത്ര KSRTC പറഞ്ഞു. അപ്പോൾ ഗതാഗത മന്ത്രി എല്ലാവർക്കും അറിയാം അല്ലെ, CP ജോൺ ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം തിരുവനന്തപുരം സെൻട്രൽ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, അടുത്തിടെ 5000 വർഷം പഴക്കമുള്ള ഒരു കൃത്രിമ ദ്വീപിന്റെ തടി കൊണ്ടുള്ള അടിത്തറ കണ്ടെത്തപ്പെട്ടത് ഏത് രാജ്യത്താണ്? അപ്പോൾ ഈ പല രാജ്യങ്ങളിലും ഈ പുരാതന ശേഷിപ്പുകളുടെ കണ്ടെത്തലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. സോ അത്തരത്തിൽ അടുത്തിടെ 5000 വർഷം പഴക്കമുള്ള ഒരു കൃത്രിമ ദ്വീപിന്റെ തടി കൊണ്ടുള്ള അടിത്തറ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു രാജ്യത്ത് കണ്ടെത്തിയിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിലാണ് കേട്ടോ. സ്കോട്ട്ലൻഡിലാണ്. അത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. സ്കോട്ട്ലൻഡിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയത്. ഇനി പൊതുവെ തന്നെ ഇത്തരത്തിലുള്ള ദ്വീപുകൾ ക്രാനോഗുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ക്രാനോഗുകൾ, ഇനി പറയുന്ന സ്കോട്ട്ലൻഡിൽ ഒരുപാട് ക്രാനോഗുകൾ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ക്രാനോഗാണ് ഇപ്പോൾ ഈ 2026 കണ്ടെത്തപ്പെട്ടത്. സോ അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പാണ്. ഇനി അങ്ങോട്ടൊരു 1.5 മാസക്കാലം നമ്മളെല്ലാം കാൽപന്തിന്റെ പിറകെയാണ്. അപ്പൊ ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകളിലെ നിർണായകമായ ചോദ്യമായി മാറാൻ പോകുന്നത് ഫിഫ ലോകകപ്പ് തന്നെയായിരിക്കും. സോ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് തന്നെ പോവാം. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഫിഫ ലോകകപ്പ് എന്നങ്ങ് എഴുതി മാറ്റി വച്ചേക്കുക. ഈ ഒരു 1.5 മാസ കാലയളവിനിടയിൽ വരുന്ന എല്ലാ ഫിഫ ലോകകപ്പ് പരമായ കാര്യങ്ങളും അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ദെൻ ലോകകപ്പ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് അത് റിവിഷൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പോൾ നോക്കാം, 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എവിടെയാണ്? അപ്പൊ 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എവിടെയാണ്? അത് എസ്റ്റാഡിയോ അസ്തക്ക. ഏതാണ്? എസ്റ്റാഡിയോ അസ്തക്ക എന്ന് പറയുന്ന സ്റ്റേഡിയം ആണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോയിലാണ്. എവിടെയാണ്? മെക്സിക്കോയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക കേട്ടോ. മെക്സിക്കോയിലാണ് എസ്റ്റാഡിയോ അസ്തക്ക എന്ന് പറയുന്ന സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ദെൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ സ്റ്റേഡിയമാണ് ഏതെന്ന് പറയുന്നത് എസ്റ്റാഡിയോ അസ്തക്ക. അപ്പൊ എന്താണ്? 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ സ്റ്റേഡിയമാണ് എസ്റ്റാഡിയോ അസ്തക്ക. അത് മാത്രമല്ല 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോ ആണ്. വളരെ എളുപ്പം നമുക്ക് പറയാൻ പറ്റും. 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ സ്റ്റേഡിയം എസ്റ്റാഡിയോ അസ്തക്കയും അതുപോലെ തന്നെ 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ലോകകപ്പ് നടക്കുന്നത് എവിടെയൊക്കെ വെച്ചാണ്? നമുക്കറിയാം അല്ലെ.
ഒന്ന് കാനഡയാണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ ഒന്നെന്ന് പറയുന്നത് USA ആണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ ഒന്ന് മെക്സിക്കോ ആണെന്ന് നമുക്കറിയാം അല്ലെ. കാനഡ, USA, മെക്സിക്കോ ഇവിടങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ നമ്മൾ ഇവിടെ പറഞ്ഞ ഇതാണ് ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എസ്റ്റാഡിയോ ആസ്തക്കയാണ്, അത് മെക്സിക്കോയിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? ഒന്ന് മെക്സിക്കോ തന്നെയാണ്, മറ്റൊന്നെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയും അതുപോലെ തന്നെ മെക്സിക്കോയുമാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ള കാര്യം കൂടി പഠിക്കുക. ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാര്യം പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണമാണ്. അത് 48 ആണ്. കഴിഞ്ഞ വർഷം നോക്കിയേ 32 ടീമുകളാണ് കഴിഞ്ഞ വർഷം പങ്കെടുത്തത്, ഇത്തവണ അത് 48 ആയിട്ട് മാറിയിരിക്കുന്നു. ദെൻ ഈ 48 ടീമുകളെ 12 ഗ്രൂപ്പുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. 12 ഗ്രൂപ്പുകൾ, അതായത് 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു മത്സരം ചാർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ഓരോ ഗ്രൂപ്പിൽ നിന്നും എന്താണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാണിക്കുന്ന 2 ടീമുകൾ വീതം, അങ്ങനെ 24 ടീം പ്ലസ് ഏറ്റവും മികച്ച പ്രകടനത്തോടെ 3ാം സ്ഥാനത്തെത്തുന്ന ഒരു 8 ടീമുകളെ കൂടി സെലക്ട് ചെയ്ത് 32 ടീമുകളായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി അങ്ങോട്ടുള്ള നോക്കൌട്ട് കളിക്കാൻ പോവുക. സോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യാം കേട്ടോ. അപ്പൊ ആകെ പങ്കെടുക്കുന്നത് 48 ടീമുകളാണ്, 12 ഗ്രൂപ്പുകളാണ്, 4 ടീമുകൾ വീതം ഒരു ഗ്രൂപ്പില്. ഇനി എത്ര മത്സരങ്ങൾ ആകെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 104 മത്സരങ്ങൾ കേട്ടോ. 104 മത്സരങ്ങളാണ് ആകെ ഉള്ളത്. ദെൻ നമ്മൾ പറഞ്ഞു ഇവിടെ 3 രാജ്യങ്ങളിലായാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. 3 രാജ്യങ്ങളിലായിട്ട്, അതായത് 16 നഗരങ്ങൾ, അതായത് അമേരിക്കയിലെ 11 നഗരങ്ങൾ പ്ലസ് കാനഡയിലെ 2 നഗരങ്ങൾ പ്ലസ് 3 നഗരങ്ങൾ എവിടെ നിന്ന്? നമ്മുടെ മെക്സിക്കോയിൽ നിന്ന്. സോ 11 നഗരങ്ങൾ അമേരിക്ക, 2 നഗരങ്ങൾ കാനഡ, 3 നഗരങ്ങൾ മെക്സിക്കോ എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് നഗരങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ 16 നഗരങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫിഫ ലോകകപ്പ് നടക്കുന്നത്. സോ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ എവിടെയാണ്. ഇപ്പോൾ ഉദ്ഘാടനം എവിടെയാണെന്ന് അറിഞ്ഞതുപോലെ നമ്മൾ ഫൈനൽ എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. സോ ഫൈനൽ മത്സരം നടക്കുന്നത് ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ്. എവിടെയാണ്? ന്യൂജേഴ്സിയിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത്. സോ ഫൈനലൊക്കെ കഴിയട്ടെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. ഇനി എന്താണ് ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയോണ്ടെ ആണ്. ദെൻ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 3 തിരമാലകൾ എന്നാണ് കേട്ടോ. 3 തിരമാലകളാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന ആ ഒരു പന്ത് 3 നിറങ്ങളുണ്ട്, അതായത് നീല, പച്ച, ചുവപ്പ് എന്നീ 3 നിറങ്ങളുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന ചുവപ്പ് നിറം എന്ന് പറയുന്നത് കാനഡയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. ദെൻ അതുപോലെ തന്നെ അതിനകത്ത് മേപ്പിൾ ഇല അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നീല നിറം എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് അമേരിക്കയുടെ സിമ്പിളായ സ്റ്റാർ ഉണ്ട്. അതേപോലെ തന്നെ മെക്സിക്കോയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പച്ച നിറം. അതിനകത്തൊരു ഈഗിൾ, ഒരു പരുന്തുണ്ട്. സോ അതൊക്കെ ആ ഒരു പന്തിന്റെ ചില പ്രത്യേകതകൾ ഫീച്ചറായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഓഫ് സൈഡ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സെൻസർ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു പന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അഡിദാസ് ആണ് ഈ ഒരു പന്ത് പുറത്തിറക്കിയിട്ടുള്ളത്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. അതിന് മുൻപൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഭാഗ്യചിഹ്നങ്ങൾ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ ഫിഫ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങളെ പറ്റി. അതായത് മേപ്പിൾ, ക്ലച്ച്, സായു എന്നിങ്ങനെയാണ് 3 ഭാഗ്യചിഹ്നങ്ങൾ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പറയുന്നു. അതായത് മേപ്പിൾ എന്ന് പറയുന്നത് കാനഡയെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗ്യചിഹ്നമാണ്. അതായത് മൂസ് എന്ന് പറയുന്നത് ഒരു ജീവിയാണ്, അതായത് മാൻവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് മൂസ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന മേപ്പിൾ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം കാനഡയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കാരണം 3 രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വേൾഡ് കപ്പ് ആണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ 3 രാജ്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട് ഔദ്യോഗിക പന്തിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുള്ള ഭാഗ്യചിഹ്നങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാനഡയെ റെപ്രസെന്റ് ചെയ്യുന്നത് മേപ്പിൾ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നമാണ്. അത് മൂസ് എന്ന് പറയുന്ന ജീവിയാണ്. ദെൻ റെഡ് ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. കാനഡ എന്ന് പറയുമ്പോൾ റെഡ് ജേഴ്സി ആണ് അണിഞ്ഞിട്ടുണ്ട്. ദെൻ അതൊരു ഗോൾ കീപ്പർ ആണ്. ദെൻ കാനഡയുടെ ദേശീയ ചിഹ്നമായ മേപ്പിൾ ഇലയിൽ നിന്നാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക കേട്ടോ. ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ് മേപ്പിൾ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സായു ആണ്. ഈ സായു എന്ന് പറയുന്നത് മെക്സിക്കോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗ്യചിഹ്നമാണ് കേട്ടോ. സായു എന്ന് പറയുന്നത് മെക്സിക്കോയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദെൻ അതൊരു ജാഗ്വർ ആണ്. ഇനി അത് ഗ്രീൻ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. മെക്സിക്കോ എന്ന് പറയുമ്പോൾ പച്ച നിറമാണ്. അപ്പോൾ ഗ്രീൻ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ദെൻ അതൊരു സ്ട്രൈക്കർ ആണെന്നുള്ള കാര്യം പഠിക്കട്ടോ. നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പറയുകയാണ്, കാരണം നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് 10th ലെവല്, 12th ലെവല്, ഡിഗ്രി ലെവൽ ആൾക്കാർ പോലും ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഡിഗ്രി ലെവൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരെയും കണക്കാക്കിയത് പറയുന്നത്. ദെൻ ക്ലച്ച് എന്ന് പറയുന്നത് ബാൾഡ് ഈഗിൾ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക
അമേരിക്ക. അപ്പോൾ അമേരിക്കയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ദെൻ ബാൾഡീഗിൾ ആണെന്ന് പറഞ്ഞു. ഇത് അണിഞ്ഞിരിക്കുന്ന ജേഴ്സി ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്കറിയാം ബ്ലൂ ജേഴ്സി ആണ്, നീല ജേഴ്സി ആണ്. ദെൻ അതൊരു മിഡ്ഫീൽഡർ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇതാണ് നമ്മുടെ ഭാഗ്യചിഹ്നങ്ങൾ. സോ ഭാഗ്യചിഹ്നങ്ങളെ പറഞ്ഞു, വേദി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ ഔദ്യോഗിക പന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താ പറയാനുള്ളത്, ഔദ്യോഗിക ഗാനമാണ്. ഔദ്യോഗിക ഗാനം ഏതാ, ദായി ദായി കേട്ടോ. ദായി ദായി എന്ന് പറയുന്നതാണ് ഔദ്യോഗിക ഗാനം. ഇത് ആലപിച്ചിരിക്കുന്നത് കൊളംബിയൻ ഗായികയായിട്ടുള്ള ഷക്കീറയും അതുപോലെ തന്നെ നൈജീരിയൻ ഗായകനായിട്ടുള്ള ബെർണാബോയും ചേർന്നാണ് ദായി ദായി എന്ന് പറയുന്ന ഈ ഒരു ഗാനം, ഔദ്യോഗിക ഗാനം ആലപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. സോ ഇത്രയാണ് നമ്മുടെ ബേസിക് കാര്യം നമ്മുടെ ഫിഫ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ ഇതൊന്ന് കുറിച്ചിട്ടേക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. അവസാനം നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യും, ആ സമയത്ത് നിങ്ങൾക്കത് റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ടാലന്റ് ഉദ്യോഗാർത്ഥികൾക്ക് പോകേണ്ട, അവർക്ക് മത്സര പരീക്ഷകൾക്ക് ആവശ്യമായുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും ക്ലാസ്സുകളുമായിട്ട് കുറേ വർഷങ്ങളായി ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ് ടാലന്റ്. ഇപ്പോൾ ഇതാ ടാലന്റ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുകയാണ് ടാലന്റിന്റെ സ്റ്റഡി മേറ്റ്. അതായത് ഇനി മുതൽ സ്കൂൾ കുട്ടികൾക്കൊപ്പവും ടാലന്റ് ഉണ്ട്. കാരണം ഞങ്ങളുടെ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണമാണ് സ്റ്റഡി മേറ്റ്. അപ്പൊ ഈ ഒരു സ്റ്റഡി മേറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾ ഗൈഡുകളാണ്, സബ്ജക്ട് വൈസ് ആണ്. ഇതിനകത്ത് ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസറുകളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റഡി മേറ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടാവും. അതുവഴി നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു ലോകകപ്പാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഫിഫ ലോകകപ്പ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ വർഷം നടക്കാനിരിക്കുന്ന മറ്റൊരു ലോകകപ്പ് എന്ന് പറയുന്നത് വനിതാ T20 ലോകകപ്പാണ്. അപ്പോൾ 2026 വനിതാ T20 ലോകകപ്പും തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു ഫിഫ ലോകകപ്പിന്റെ ഇടയിൽ നമ്മുടെ വനിതാ T20 ലോകകപ്പിനെ ആരും മുക്കിക്കളയരുത്. കാരണം അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ ഏകദിന ലോകകപ്പ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച പോലെ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ വനിതാ T20 ലോകകപ്പും ഒരു ചോദ്യമായിട്ട് വന്നേക്കാം. സോ 2026 വനിതാ T20 ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ഇംഗ്ലണ്ടും ശ്രീലങ്കയാണ് കേട്ടോ. ഇംഗ്ലണ്ടും ശ്രീലങ്കയാണ്. ദെൻ എവിടെ വെച്ചാണ് ഈ ടൂർണമെന്റ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ട്. എവിടേക്കാ, ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ടാണ് നടക്കുക. അപ്പോൾ ഉദ്ഘാടന മത്സരം ഇംഗ്ലണ്ടും ശ്രീലങ്കയുമാണ്. ദെൻ വേദി പറഞ്ഞു ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ടാണ് നടക്കുന്നത്. എത്ര ടീമുകൾ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ടീമുകൾ. ഇതൊരു റെക്കോർഡാണ്. കാരണം ഈ പറയുന്ന T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പറയുന്ന 12 ടീമുകൾ പങ്കെടുക്കുന്നത് കേട്ടോ. വനിതാ T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 12 ടീമുകൾ പങ്കെടുക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ദെൻ ആകെ മത്സരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 33 മത്സരങ്ങളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ദെൻ ഇതിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മലയാളികൾ ആരും തന്നെ ആ ഒരു ടീമിലില്ല. സോ ആ ഒരു കാര്യം എന്തായാലും നമുക്ക് കുറച്ച് പഠിച്ചാൽ മതിയാവും. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൂർണമെന്റ് കഴിയട്ടെ, ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ്. അതായത് അറിയപ്പെടുന്ന തമിഴ് അതുപോലെ തന്നെ തെലുങ്ക് ചലച്ചിത്രങ്ങളുടെയൊക്കെ സംവിധായകനായിട്ടുള്ള ഭാരതി രാജ എന്ത് ചെയ്തു, അന്തരിച്ചു. നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ വർഷം മരിച്ചിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. മനോജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അന്തരിച്ച സമയത്തും നമ്മൾ ചർച്ച ചെയ്തതാണ്. ദെൻ ഈ പറയുന്ന ഭാരതി രാജ എന്ത് ചെയ്തിരിക്കുകയാണ്, അന്തരിച്ചിരിക്കുകയാണ്. ദെൻ അദ്ദേഹം ഒരുപാട് നാഷണൽ അവാർഡ്സ് അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ നേടിയ വളരെ പ്രധാനപ്പെട്ട തമിഴിലെ തന്നെ ഒരു ക്ലാസിക്കലായിട്ടുള്ള സംവിധായകനാണ് ഈ പറയുന്ന ഭാരതി രാജ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് 16 വയതിനിലെ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രം. ദെൻ ഈ പറയുന്ന നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് പോലെ തന്നെ ഇദ്ദേഹം 2004 ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2004 ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം 2009 ആ പത്മശ്രീ തിരിച്ചു നൽകുകയാണ് ചെയ്തത്. അതായത് ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടന്ന ചില പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം ഈ ഒരു പത്മശ്രീ മടക്കി നൽകുകയാണ് ചെയ്തത്. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഭാരതി രാജ എന്ന് പറയുന്ന സംവിധായകൻ എന്ത് ചെയ്തു, 2026 ജൂൺ മാസത്തിൽ അന്തരിച്ചു എന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും. കാര്യം SCRT എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ SCRT ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടാലന്റിന്റെ അറിവിടം പ്രാക്ടീസ് ബുക്ക് വാങ്ങുക. അത് വെച്ച് നന്നായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതിൽ 4300-ലധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ തന്നെ 2300-ലധികം ചോദ്യങ്ങൾ സോഷ്യൽ സയൻസ് ആണ്, 1800-ലധികം ചോദ്യങ്ങൾ സയൻസ് ആണ്. ഞാൻ അതിനുപരി തന്നെ എന്തിനുണ്ട്, റീസെന്റ് ആയിട്ട് PSC ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് SCRT ബേസ് ചെയ്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടി ചേർന്നൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. സോ പർച്ചേസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, SCRTയിലെ മാർക്ക് നേടുക. പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ ബുക്ക് സ്റ്റോറുകളിലും ലഭ്യമാണ്. ദെൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ മറക്കണ്ട, ഞങ്ങളുടെ വെബ്സൈറ്റ് veranda.talentgala.com എന്നാണ്. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ ചർച്ച ചെയ്ത മുന്നോട്ട് ഒന്നുകൂടെ നോക്കിയാലോ. ആദ്യം തമീം ഇക്ബാലിനെ നിയമിച്ച കാര്യം പറഞ്ഞു. എന്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ്? ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടാണ്. ആ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി.
അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? ബംഗളൂരുവിലെ കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയത്? സാറാ ജോസഫിനാണ് കിട്ടിയത്. അതിനുശേഷം ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം 3 കാറ്റഗറി. നോവല് ആർക്കാണ്? ഷാജികുമാറിനാണ്. നോവൽ ഏതാ? മരണവംശം. സപ്പോസ് മരണവംശം എഴുതി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോ പറയണം PV ഷാജികുമാറാണ്. ദെൻ കവിത ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. ഏതാണ് കവിത? തകർന്ന പള്ളിയാണ് വലിയ പള്ളി. ദെൻ അതിനുശേഷം കഥാവിഭാഗം ആർക്കാണ്? N പ്രഭാകരന്. ഒരു പിടി ഉപ്പ്. കൃത്യമായിട്ട് രചനകളൊക്കെ പഠിക്കണേ. ദെൻ അതിനുശേഷം തട്ടേക്കാട് പക്ഷി സങ്കേതവുമായിട്ടൊരു കാര്യം പറഞ്ഞു. അത് എന്താ പറഞ്ഞത്? അതായത് നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ എന്ത് ചെയ്തു? ഒരു പഠനം നടത്തി. എന്താ പഠനം നടത്തിയത്? അതായത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖല ഏതാണെന്നുള്ളൊരു പഠനം നടത്തി. ആ പഠനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന വനപ്രദേശം എവിടെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അതിനുശേഷം പറഞ്ഞത് പ്രിയദർശിനി പദ്ധതി സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകൾക്കും എന്താണ് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. അതിനുശേഷം കായകൽപ്പം എന്ന് പറയുന്ന ജനസമ്പർക്ക പരിപാടി ആരുടെ പദ്ധതി? ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. എന്തിനു കൊണ്ടുവന്നതാ? ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും എന്ത് ചെയ്യുക? നേരിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് പരിഹാരം കാണുക. ഈ ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. അതിനുശേഷം സ്കോട്ട്ലൻഡിൽ എന്ത് കണ്ടെത്തിയെന്ന് പറഞ്ഞു? 5000 വർഷം പഴക്കമുള്ള ഒരു കൃത്രിമ ദ്വീപിന്റെ തടി കൊണ്ടുള്ള അടിത്തറ കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതൊന്ന് ഓർത്തേക്കുക. അതിനുശേഷം പറഞ്ഞത് ഫിഫ ലോകകപ്പിന്റെ 2 വേദികളാണ്. ഒന്നെന്ന് പറയുന്നത് ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എസ്റ്റാഡിയോ അസ്തക മെക്സിക്കോയില്. ദെൻ ഫൈനലിന്റെ വേദി എവിടെയാ? ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം. ഇത് കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ എന്തായാലും എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഫിഫ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡെയിലി ചർച്ച ചെയ്ത് പോകും. എന്നിരുന്നാൽ തന്നെയും നിങ്ങളും എന്ത് ചെയ്യണം? അതൊന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. അവസാനം നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇനി ഒരു 2-3 വർഷത്തേക്ക് PSC പരീക്ഷകളിലെ ഒരു നിർണായക ചോദ്യം അല്ലെങ്കിൽ ഒരു മാർക്ക് ഫിഫ ലോകകപ്പിൽ നിന്നായിരിക്കും കേട്ടോ. ഇനി അതിനുശേഷം T20 ലോകകപ്പ് പറഞ്ഞു അല്ലേ? വനിതാ T20 ലോകകപ്പ് 2026 ഉദ്ഘാടന മത്സരം ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിലാണ്. അതിനുശേഷം ഭാരത് രാജ എന്ന് പറയുന്ന സംവിധായകൻ അന്തരിച്ച കാര്യം പറഞ്ഞു. അപ്പൊ അതുകൂടെ ഓർത്തേക്ക്. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത് LGSന്റെ PQ ബുക്കാണ്. കാരണം ഇനിയിപ്പോൾ 10th പ്രിലിംസ് നടക്കാറുണ്ട്. ഈ വർഷം അവസാനം കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് നടക്കാറുണ്ട്. അതിനുശേഷം LGS വാരിയസ് വരാറുണ്ട്. സോ ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപയോഗപ്രദമായ രീതിയിലാണ് LGS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. 30 സെറ്റുകളാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 3000-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാം. 3000-ലധികം ചോദ്യങ്ങൾ മാത്രമാണോ? ഓരോ ക്വസ്റ്റ്യന്റെയും എക്സ്പ്ലനേഷൻസ് സഹിതം ഈ ഒരു ബുക്കിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം കാര്യങ്ങൾ പഠിക്കുകയാണ്. കാരണം PSC പരീക്ഷയിൽ 60% PQs ആണ്. അപ്പോൾ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, Amazon, Flipkart എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഇതിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം ഏതാണ്? ഗേറ്റ്വേ ആണോ? സ്വാഗതാണോ? സ്മാർട്ട് പോർട്ടാണോ? വിനിമയാണോ? രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസമാണോ? മേഘാലയാണോ? അരുണാചൽ പ്രദേശ് ആണോ? സിക്കിമാണോ? അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്തേക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ദിവ്യ S അയ്യർ ആയിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നു. ഇവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആരാണ്? ജെറോമിക് ജോർജ് ആണ്. ഇതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. IAS തലപ്പത്ത് കാര്യമായുള്ള അഴിച്ചുപണികൾ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണയായിട്ട് തിരിച്ചടയ്ക്കാൻ സഹായിക്കുന്നതിനായി 2026 ആരംഭിച്ച സംസ്ഥാന പദ്ധതി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. എന്താ പദ്ധതി? ആശ്വാസ് 2026 അല്ലെ. ആശ്വാസ് 2026. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ സഹകരണ വകുപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ മന്ത്രിയെ നമുക്കറിയാം അല്ലെ, ലിജു ആണ്. എക്സൈസോ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂൺ 12-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.